എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണെന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചുപോയി. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിലേർപ്പെടുന്ന പ്രശ്നമേയില്ല. മതവിശ്വാസികൾ പരസ്പരം സൗഹാർദ്ദത്തിലാകുന്ന പ്രശ്നമേയുള്ളൂ. കാരണം മതങ്ങളുടെ ആശയങ്ങൾ വിരുദ്ധമാണ്. അതെങ്ങനെ പിന്നെ സൗഹാർദ്ദത്തിലാകും? അത് കൂട്ടിമുട്ടാതെ മുന്നോട്ട് പോകുന്ന രണ്ട് ലൈനുകളാണ്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം എന്ന് പറയുന്ന മതത്തിന്റെ ആശയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടുന്ന ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു പഞ്ചായത്തിന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ചിലരൊക്കെ മുതിർന്നു എന്ന ചരിത്രത്തിലുണ്ട്. മുഹമ്മദേ, നിങ്ങൾ ഇങ്ങനെ വിമർശിക്കരുത്, ഇങ്ങനെ അങ്ങ് തുറന്നടിച്ചുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത്, ഇത്തിരിയൊക്കെ ഒന്ന് മയപ്പെടുത്തിക്കൂടെ? വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവര് ഇഷ്ടപ്പെട്ടു പോകുന്നു നബിയെ, അവര് ആഗ്രഹിക്കുന്നു നബിയെ. ലൗ തുദ്ഹിനു, നീ ഒന്ന് എണ്ണയിട്ട് മിനുക്കി സംസാരിച്ചെങ്കിലെന്ന്. ഫയുദ്ഹിനൂൻ, അപ്പോൾ അവരും അങ്ങനെ നയത്തോടുകൂടി സംസാരിക്കാം. ഒന്നും മയപ്പെടുത്തിക്കൂടെ? ഒന്നുമില്ല. കുറെ ആൾക്കാർ എന്തിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? എന്തിനായി ജാറത്തെ എതിർക്കുന്നത്? എന്തിനായി രൂപത്തിലുള്ള ശിർക്കിനെയൊക്കെ എതിർക്കുന്നത്? ഒന്ന് മിനുക്കി പറഞ്ഞൂടെ? ഒന്ന് മയപ്പെടുത്തിക്കൂടെ? ഒന്ന് സോപ്പിട്ട് പറഞ്ഞൂടെ? ഇല്ല. അത് ആദർശത്തിന്റെ വിഷയത്തിൽ ഇല്ല. റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദേ, നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്തുക. എന്താ അഡ്ജസ്റ്റ്മെന്റ്? നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും, മുഹമ്മദ് നീ ഒന്ന് പങ്കെടുക്ക, വെറുതെ ഒന്ന് വന്നാ മതി, വേറെ കാര്യമായിട്ട് നീ എനിക്കൊന്നും തരണ്ട, നീ ഇടയ്ക്ക് ഒന്ന് വന്നാ മതി. പിന്നെ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഭാഗത്തെത്തുമ്പോൾ വെറുതെ ഒന്ന് കൈവെക്കുക, വെറുതെ ഒന്ന് കൈവെക്കുക. വിശ്വാസമൊന്നും വേണ്ട, വെറുതെ ആൾക്കാർ കാണാൻ വേണ്ടി ഒന്നും കൈവെക്കിക്കും. എന്നാ എന്തായി? നമ്മൾ തമ്മിൽ സൗഹാർദ്ദമായി. നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഞങ്ങളും അങ്ങനെ നമുക്കൊന്ന് സൗഹാർദ്ദത്തിൽ ഈ മക്ക എന്ന മഹല്ലിൽ, ഈ രാജ്യത്ത് നമുക്കൊരു സൗഹാർദ്ദം വിളയാടിക്കൂടെ? മതങ്ങൾ തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, ഖുൽ, ഓ മുഹമ്മദ് നബിയെ, തുറന്നടിച്ച് പ്രഖ്യാപിച്ചേക്കൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ എന്നെ കിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ആ വിഷയത്തിലില്ല. വിശദമായി പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്? സൂറത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എന്റെ ദീന്. നിങ്ങൾ നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിച്ചോ, അതിന് എനിക്ക് തകരാറില്ല. നിങ്ങൾ നിങ്ങളുടെ ദീനനുസരിച്ച് ചെയ്തോ, ഞാൻ എന്റെ ദീൻ. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇത് ഇസ്ലാമിന്റെ കണിശമായൊരു നിയമം. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ, സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർ എവിടെ എത്തിയെന്നാ പറയുന്നത്? സൗഹാർദ്ദം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമല്ല, മതവിശ്വാസികൾ തമ്മിലുള്ള പെരുമാറ്റത്തിലും ഇടപാടുകളിലും. അത് ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുള്ള സൗഹാർദ്ദമല്ല. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല താനും. എന്ത് ഓരോ പരിപാടിയിലൊക്കെ നമ്മളും പങ്കെടുക്കുക, നമ്മളെ പരിപാടിക്കൊക്കെ അവരും വരിക, അങ്ങനെ അവരുടെതൊക്കെ പോയി നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യുക, അവിടെ പോയിട്ട് നമ്മളൊരു താങ്ക്സ് പറയാ, നമ്മളവിടെ പോയിട്ടൊരു ഹാപ്പി പറയാ, നമ്മളവിടെ പോയിട്ടൊരു ആശംസ പറയാ, അങ്ങനെ നമ്മളെ പരിപാടിക്കൊക്കെ അവരും വരിക. അങ്ങനെ ഒന്നിങ്ങനെ എന്താ പൂത്തുലയട്ടെ സൗഹാർദ്ദം എന്ന നിലക്കൊരു സൗഹാർദ്ദം ഉണ്ടോ? ഇത് പറയുമ്പോ ഈ സംസാരത്തെ പോലും ദുരുപയോഗപ്പെടുത്തും എന്ന നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് ഈ ഉള്ളവൻ സംസാരിക്കുന്നത്. ഈ സംസാരത്തെ പോലും ദുരുപയോഗപ്പെടുത്തിയേക്കും എന്റെ ശത്രുക്കൾ എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഭയപ്പെടാതെ പറയുന്നു, ഇങ്ങനെ മതങ്ങളുടെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. രണ്ടും രണ്ടെന്നെയാണ്. അത് അല്ലാഹ് പറഞ്ഞതാണ്. ഇസ്ലാം ദീന് മാത്രമേ സത്യമുള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇസ്ലാം ദീന് മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ ആശയങ്ങളെ ശരിയുള്ളൂ, മറ്റു ആശയങ്ങൾ ശരിയല്ല. പിന്നെ എങ്ങനെ രണ്ടും മുന്നിൽ കൂട്ടിക്കെട്ടും? അല്ലെങ്കിൽ വിരുദ്ധ ആശയങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഓശാന പാടും? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില പാർട്ടിക്കാര് ഇന്ന് കാര്യമായി സലഫികളെ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കുമ്പോ പറയുന്ന ഒരു കാര്യമാണ്, അവര് ഏറ്റവും വലിയ ഒരു തീവ്രതയാണ്, യാതൊരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റിനും അവരെ കിട്ടൂല, ഒരു കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഞങ്ങൾക്ക് മനസ്സൊക്കെ വിശാലമാണ്, ഇവരുടേതാണെങ്കിൽ മുജാഹിദിന്റെ മനസ്സ് സങ്കുചിതമാണ്, സലഫികളുടെ മനസ്സുകൾ കുദുസാണ്, ഞങ്ങൾ വിശാല ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടിപ്പോ ഓരോ കൂട്ടരും എത്തി നിൽക്കുന്ന എവിടെയാണ്? എത്തിയിട്ടിപ്പോ ഓരോരുത്തരും മറ്റുള്ളവരെ ആഘോഷം നമ്മൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന പരുവത്തിൽ വരെ എത്തി. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്ന്, ഒരു കൂട്ടരിപ്പ് എന്താണ് സൗഹാർദ്ദമായിട്ട് കാണുന്നത്? മറ്റുള്ളവർ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മളെ പരിപാടി ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുക. നല്ല പരിപാടിയാണല്ലോ. ഒരു സാമ്പിൾ ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ? ഒന്നാമത്തെ ഹെഡിങ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
മൗലിദ് പാരായണത്തോടെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കം. ഷറയിലെ എന്താ സൗഹാർദ്ദം പൂത്തുലയാഞ്ഞ ഒടുക്കലും പോണോ? എന്തായാലും തലക്കെട്ട് മാധ്യമം 28/2/2004 വന്ന ന്യൂസാണ്, ബോക്സ് ന്യൂസ്. മൗലിദ് പാരായണത്തോടെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കം. പൂക്കോട്ടൂർ, മലപ്പുറം ജില്ലയാണ്. മൗലിദ് പാരായണത്തോടെയും മമ്പുറം തങ്ങളുടെ പേരിലെ അന്നദാനത്തോടെയും താലപ്പൊലി ഉത്സവത്തിന് തുടക്കം. മാരിയാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിനാണ് അപൂർവ മാതൃകയോടെ തുടക്കം കുറിച്ചത്. വൈകുന്നേരം 4-ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന മൗലീദ് പാരായണത്തിന് പ്രദേശത്തെ മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് മമ്പുറം തങ്ങളുടെ പേരിൽ അന്നദാനവും നടന്നു. എല്ലാ വർഷവും കുംഭം 15-നാണ് ഉത്സവം നടക്കാറ്. 14-ന് മൗലിദ് പാരായണവും അന്നദാനവും നടക്കും. നല്ല സൗഹാർദ്ദ. 14-ന് മൗലിദും 15-ന് ഇതാണ് എന്ത്, ഈ മൂരിയാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി. വർഷങ്ങളായുള്ള പതിവാണിതെന്ന് ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു. ക്ഷേത്ര ഭണ്ഡാര വരവിൽ നിന്നുള്ള ഒരു വിഹിതം അന്നദാനത്തിനും മറ്റുമായി നീക്കിവെച്ചിരിക്കുകയാണ്. 14-ാം തീയതി ഓതുന്ന മൗലൂദിന് പോത്തർച്ചീന്തും വിളമ്പാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലേക്കിട്ട കാണിക്കുന്നതാണ് പൈസ എടുക്കാറുള്ളത്. അത്രയും ഒരു സൗഹാർദ്ദത്തിലാണ്. പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളിൽ ഉള്ളവരെയും ഉൾപ്പെടുത്തിയാണ് ക്ഷേത്ര കമ്മിറ്റി തന്നെ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അപ്പൊ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആചാര്യാണ്, സെക്രട്ടറി ചന്ദ്രനാണ്, ഖജാൻജി വേറൊരു മൊല്ലയാണ്, ഇങ്ങേപ്പുറത്ത് വേറൊരു കോയാക്കേന്. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള സൗഹാർദ്ദം പൂത്തുലയാണ്. ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കണം. അപ്പൊ എന്തായി, മൗലിദ് പാരായണം നല്ല പരിപാടിയാണ്. ക്ഷേത്രത്തിൽ പോയി ചെയ്തെടുക്കേണ്ട കാര്യം തന്നെ. കാരണം ഏതാണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളോട് ഒന്ന് കിടത്തിട്ട വിഗ്രഹവും മറ്റൊന്ന് നിർത്തിയിട്ട വിഗ്രഹമാണ്. രണ്ടും പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടാണ്. അപ്പോ ആ നിലക്ക് അവിടുത്തെ പരിപാടിക്കൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഗതി തന്നെയാണിത്. പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിലായി പോയില്ലോ എന്നതേ നമുക്കതിലുള്ള സങ്കടം. അപ്പോ അതാണ് ഒന്നാമത്തെ സംഭവം. പിന്നെ ഇത് ഇങ്ങോട്ടെന്താ പകരം ചെയ്യാറുള്ളത്? നേർച്ചപ്പൂരങ്ങളിലൊക്കെ അമുസ്ലിമീങ്ങളാണ് കാര്യമായിട്ട്. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ പട്ടാമ്പിയിൽ നേർച്ചാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രസിദ്ധ നേർച്ചയാണ്. നേർച്ചാന്ന് പറയാൻ പറ്റൂല, പൂരം എന്നാണ്. ദേശീയോത്സവമായിട്ട് ഇപ്പൊ അത് മാറിക്കഴിഞ്ഞു. ആരാ നടത്തുന്നത്? ഉദയവർമ്മൻ തങ്ങളാണ് ഒരു കാലത്ത്. ഉദയവർമ്മനുണ്ട്, അഡ്വക്കറ്റ് മറ്റൂരുണ്ട്, മറിച്ചോരുണ്ട്, അവരൊക്കെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. അവ എല്ലാവരും കൂടെ കൂടിയാടിയിട്ട് അതിൽ ആനയുടെ പെരുപ്പോ അതിന്റെ മധുവൊക്കെ പറഞ്ഞിട്ട് ഒരു കൊല്ലം 86 ആണെങ്കിൽ അടുത്ത കൊല്ലം 87, അങ്ങനെ കൊല്ലം അങ്ങനെ ഗജവീരന്മാരുടെയും അമ്പാരിയും അതുപോലെ തന്നെ വെഞ്ചാമരവും അങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലുള്ള കരിമരുന്നും ബാൻഡും എല്ലാം എല്ലാ നിലക്കുള്ള നൃത്യങ്ങളും ശിങ്കാരി മേളവും അതുപോലെ എല്ലാം ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് അതിങ്ങനെ എല്ലാവരും കൂടെ മാരാമാര ചെണ്ടയുണ്ടാവും, മാപ്പിളാര ചെണ്ടയുണ്ടാവും, ഈ പിപ്പി ഉണ്ടാവും, അടിക്കണവനുണ്ടാവും, കുടിക്കണവനുണ്ടാവും, ഇങ്ങേപ്പുറത്ത് കുടിച്ചവനും മറ്റോടത്ത് കുടിച്ചവനും, ആട്ടം പാട്ടും തുള്ളും എല്ലാം കൂടി മതസൗഹാർദ്ദത്തിന്റെ ഒന്നാം തരം മാതൃക. ആ മോഡൽ മതസൗഹാർദ്ദം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്നു. ഇനി മൂന്നാമത്തെ സംഭവം,